പടം എന്താണോ പടം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ കറക്റ്റ് പോയിന്റിൽ കൊണ്ടുവന്നു തോന്നിയതായിരുന്നു. അപ്പം ആ സീനിന്റെ ചേട്ടാ എന്റെ ചോദ്യം പോയി. ഞാൻ കൊണ്ടുവന്നതൊന്നുമല്ല. ഞാൻ അൻവർ റഷീദിന്റെ അടുത്ത് പോയിട്ട് ഒരു കഥ പറഞ്ഞ് ആ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാന്ന് സംബന്ധിച്ച് എന്നെ പുള്ളി ആവേശത്തിനകത്തേക്ക് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ ഒരു കഥയല്ല പറഞ്ഞത്. ആക്ച്വലി ഞങ്ങള് ഒരുപാട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നൊരു 3-4 കഥ ഡിസ്കസ് ചെയ്തു. പുള്ളി എന്താണെന്നും പുള്ളിയുടെ ലെവൽ എന്താണെന്നും അറിയാവുന്ന ആള് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഫഹദ് ഭയങ്കര കറക്റ്റ് ആയിരിക്കും എന്നുള്ളത്. അത് ഫഹദിനോടും ആ കോൺഫിഡൻസ് കൊടുത്ത് എനിക്ക് തോന്നുന്നു അൻവർ റഷീദ് നമുക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തുന്നത്. നീ പറഞ്ഞ വേഗം അത് ഒന്നുകൂടെ പറഞ്ഞു, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. നീയാ പറഞ്ഞത് പറ. ഇല്ല, ഞാനും വരെ റാഗ് ചെയ്തിട്ടില്ല, എന്നെയും വരെ റാഗ് ചെയ്തിട്ടില്ല. ഇവനൊന്ന് സീൻ കാണുന്ന കണ്ടാൽ നമ്മൾ വിചാരിക്കും കൊള്ളത്തില്ലേ സീൻ, ഇഷ്ടപ്പെട്ടില്ലേ? കൊള്ളാം. ഒരു ബ്രീഫ് നമുക്ക് കിട്ടിയായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ ഫിസിക്കലി കുറച്ച് ഫിറ്റ് ആയിരിക്കണം, സൈസ് ആയിരിക്കണം, ബൾക്കി പരിപാടി ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയി കുറച്ച് അടിച്ചൊക്കെ കയറ്റി ഫിറ്റായി നേരെ കളത്തിലോട്ട് ഇറങ്ങി. ഹായ്, മീഡിയ വണ്ണിനൊപ്പം ആവേശം ടീമാണുള്ളത്. സജിൻ, റോഷൻ, ജിത്തു മാധവൻ, സ്വാഗതം. പടം നൽകുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ട്, അത് ഫുൾ ടൈം. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ സിനിമയുടെ ഫസ്റ്റ് തോട്ട് വരുന്ന സമയത്തെ ഈ ആൾക്കാരെ തിയേറ്ററിൽ എത്തിയിട്ട് അവർ ആദ്യം തൊട്ട് അവസാനം വരെ ജിൽജിലിനിരിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു പടം ചെയ്യണമെന്നായിരുന്നു, അതോ രംഗനായിരുന്നു, അതോ ഈ 3 പിള്ളേരായിരുന്നു, അമ്പാനായിരുന്നു? വെരി ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു? ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് എല്ലാം കൂടെ ഒന്നിച്ച് തലയിലേക്ക് വന്നതാണോ? ഒരു കഥയാകുമ്പോഴാണല്ലോ നമ്മൾ സിനിമയാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ കഥയാകുമ്പോൾ അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അൾട്ടിമേറ്റ്ലി ഇതൊരു എൻ്റർടൈനർ ആണ് എന്നുള്ളൊരു സാധനം നമുക്ക് മൈൻഡിലുണ്ടായിരുന്നു ആദ്യം തൊട്ടേ. ഒരു ഇൻ ആൻഡ് ഔട്ട് എൻ്റർടൈനർ പടം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ, ഇപ്പോൾ രോമാഞ്ചത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരുപാട് പേര് പടത്തിലുണ്ട്. ഇപ്പം ആവേശത്തിലെത്തുമ്പോഴും റോഷനും ഹിപ്സ്റ്ററും അങ്ങനെ കുട്ടി മിഥുനും 2 മിഥുന്മാരും അങ്ങനെ കുറേ പേര് സോഷ്യൽ മീഡിയയിലുള്ളവരുണ്ട്. ജിത്തു ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ നോക്കി ആൾക്കാരെ പിക്ക് ചെയ്യുന്ന ആളാണോ? ഈ സോഷ്യൽ മീഡിയ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്ന് പറയില്ലേ, അതായത് ഇപ്പോൾ എനിക്കിനി ഇപ്പോഴത്തെ സമയത്ത് ആരുടെയും കൂടെ പോയി പഠിക്കാനോ കോളേജിൽ പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ സ്റ്റൈല്, ഇഷ്ടങ്ങൾ എന്നെല്ലാം മനസ്സിലാക്കാൻ നമ്മൾ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ നല്ല കണ്ടന്റുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ഇവരാരാണ്, ഇവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് ശ്രദ്ധിക്കുമല്ലോ. അപ്പം ഇവരെ ഉപയോഗിക്കാം എന്നുള്ളൊരു താല്പര്യത്തോടെ തന്നെയാണ് സേവ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയാണ് ഓരോരുത്തരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ രോമാഞ്ചത്തിന് മുൻപേ കണ്ണിൽപ്പെട്ടവരാണോ? ഇപ്പോൾ റോഷനാണെങ്കിലും ബാക്കിയുള്ളവരും. എന്നിട്ട് കാരണം ഈ പടം രോമാഞ്ചം ഇറങ്ങുന്നതിന് മുൻപേ ആവേശത്തിന്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ആളുകളെയൊക്കെ നേരത്തെ മനസ്സിൽ കണ്ടിരുന്നോ, അതോ എപ്പോഴാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പലരെയും ഓൾമോസ്റ്റ് ഒരുപാട് പേരെ തന്നെ റൊമാൻസിന് മുന്നേ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് ഇവർ ലിസ്റ്റിലേക്ക് വന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ശാന്തനാണ്. അപ്പോൾ അതിനകത്ത് ശാന്തനും അമ്പാനും ഒരു നൈസ് കോംബോ ആയിരുന്നു മൊത്തം പടത്തിൽ. അപ്പോൾ ശാന്തൻ്റെ ഒരു മീറ്റർ ഉണ്ട് പടത്തിൽ, ഭയങ്കര രസമാണ് ആള് കാര്യങ്ങളെ കാണുന്നതും മൊത്തത്തിൽ. അപ്പോൾ എന്താണ് റോഷൻ ശാന്തനാവാൻ നടത്തിയിട്ടുള്ള ഒരു മെയിൻ പ്രിപ്പറേഷൻ എന്തായിരിക്കും? ആളുടെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടിട്ടാണോ? മെയിൻ പ്രിപ്പറേഷനിൽ ഫസ്റ്റ് മൂക്ക് കുത്തിയതായിരുന്നു. ആണോ? ഒറിജിനലായിട്ട് കുത്തിയത്. പിന്നെന്താ പറയണ്ടേ, പിന്നെ കുറേ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ജിത്തു ചേട്ടൻ പറഞ്ഞു തന്നത് ട്രസ്റ്റ് ചെയ്തു, അതുപോലെ ചെയ്തു. അത് തന്നെ. ശാന്തന്റെ എന്തെങ്കിലും ക്വാളിറ്റി മൂപ്പരിൽ നേരിട്ട് കണ്ടിട്ടാണോ ഈ വേഷം കൊടുക്കുന്നത്? ഫണ്ണി അല്ലെങ്കിൽ ശാന്തന്റെ ഉളത്തരം എല്ലാം ഇവരിലുണ്ടായിരുന്നു ആദ്യം കാണുമ്പോൾ. അങ്ങനെയാണല്ലേ? ആദ്യം കാണുന്ന കാഴ്ചയിൽ തന്നെ അത് മനസ്സിലായി. ചെവിന്നെടുത്ത് മൂക്കിലേക്ക് കിട്ടും, അത്രേ ഉള്ളൂ വ്യത്യാസം. അതാണ് ഓക്കെ. അമ്പാനിലേക്ക് വന്നു കഴിഞ്ഞാൽ പടത്തിൽ പല സ്ഥലത്തും രംഗേൻ്റെ ഒപ്പം അല്ലെങ്കിൽ രംഗയേക്കാളും ഓടി സ്കോർ ചെയ്യുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും അമ്പാനാണ്. അപ്പം അമ്പാനെ പോലൊരു ക്യാരക്ടർ ഇപ്പം മുൻ ഇൻ്റർവ്യൂസിൽ കുറച്ച് കൊടുത്തിട്ടുള്ളതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രംഗേനെ നിങ്ങൾ ഫഹദും ജിത്തു ഒക്കെ കൂടെ സെറ്റിൽ ഇങ്ങനെ മേക്ക് ചെയ്ത് വന്നതാണ് ആ ഒരു ക്യാരക്ടർ ആർക്ക് പ്രസൻറ്റേഷനൊക്കെ. അംബാനിയും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് സ്പേസ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം അമ്പാൻ കാണുമ്പോൾ മൊത്തത്തിൽ വർത്താനമൊക്കെ പറയുമ്പോൾ ഭയങ്കര പാവം മനുഷ്യനാണ്, പക്ഷെ അയാളുടെ ഇടി ഭയങ്കര കിൻഡൽ ഇടിയാണ്. ശരിക്കും ആ ഒരു സീൻ വരെ അമ്പാനാണ് കംപ്ലീറ്റ് സ്കോർ ചെയ്യുന്നത്. സോ ഇതൊക്കെ ഈ തോട്ടൊക്കെ അയാളുടെ ഇടി ഭയങ്കര പവർഫുൾ ആയിരിക്കണം, ആള് പക്ഷെ ഭയങ്കര ഫണ്ണി പാവം മോനായിരിക്കണം എന്നൊക്കെ, ഇതൊക്കെ നിങ്ങൾ
ആദ്യമേ ആലോചിച്ചിട്ടുണ്ടോ അതോ സെറ്റിലുള്ള ഡിസ്കഷൻസ് ആയിരുന്നോ? അല്ല, നേരത്തെ സ്ക്രിപ്റ്റിലൊക്കെ ഇത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാരക്ടറിൻ്റെ പ്രോസസ്സ് നടന്നത് ഈ പറഞ്ഞ പോലെ ചെയ്തായിരുന്നു സെറ്റിലൊക്കെ വെച്ചിട്ട്. ഈ പറഞ്ഞ പോലെ ഓരോ മൊമെൻറ്റിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്താണ് അതിൻ്റെ ഒരു ആർക്ക് വന്നത്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഇയാളൊരു അവസാനമാകുമ്പോൾ ഒരു ഭാവമാണ് ഈ പറഞ്ഞ പോലെ. പക്ഷേ ഭയങ്കര തമാശയൊക്കെ പറയും. എന്നാൽ പിന്നെ ഫൈറ്റ് ഉണ്ട്, ഇടിക്കും, മാസ് പരിപാടി, കിൻഡലിടി, ആ പരിപാടിയൊക്കെ മെൻഷൻ ചെയ്ത് ഒന്നാണ്. പ്രോപ്പർലി ചെയ്തു വന്നപ്പോൾ അത് ഓക്കെ. നേരത്തെ ഈ പറഞ്ഞ പോലെ മച്ചൻ രംഗയുടെ കേസ് പറഞ്ഞ പോലെ അതുപോലെയൊക്കെ തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രോസസ്സ്. പിന്നെ നേരത്തെ ഒരു ബ്രീഫ് നമുക്ക് കിട്ടിയായിരുന്നു ഇങ്ങനെയാണ്, ഞാൻ ഫിസിക്കലി കുറച്ച് ഫിറ്റ് ആയിരിക്കണം, സൈസ് ആയിരിക്കണം, ബൾക്കി പരിപാടി ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയി കുറച്ച് അടിച്ചൊക്കെ കയറ്റി ഫിറ്റായി നേരെ കളത്തിലോട്ട് ഇറങ്ങി. അപ്പോൾ ഈ രംഗ ഇപ്പോൾ ഫസ്റ്റ് ഫാസിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു ലീൻ ആയിട്ടുള്ള മനുഷ്യനാണ്. എന്നിട്ട് അയാളുടെ ഒരു ഓറൗണ്ടാണ് അയാൾ നിൽക്കുന്നത്. പക്ഷെ അപ്പുറത്ത് അമ്പാൻ ഭയങ്കര ഇപ്പം ഉണ്ട്. ഇപ്പൊ ഈ ഒരു കോൺട്രാസ്റ്റ്, ബോഡിയിലെ കോൺട്രാസ്റ്റ് വേണമെന്ന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ജിത്തുവിന്. അതായത് അമ്പാനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകണം അവനൊരു ഇടിയനാണെന്നുള്ളത്. ഓക്കെ, രംഗയുടെ ആ ഒരു ഡൗട്ട് വരണം, ഇടിക്കൂല്ലേ എന്നുള്ളൊരു ഇത്. അതാണ് നമ്മുടെ സിനിമ, കംപ്ലീറ്റ് സിനിമ അതാണ്. അപ്പം അതങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഫൈറ്റിന് ഭയങ്കര പ്രാധാന്യം ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പം ഇയാള് ഇപ്പം പല രീതിയിൽ, ഇപ്പം നമ്മൾ RDX നോക്കുകയാണെങ്കിൽ 3 പേർക്കും 3 രീതിയിലുള്ള ഫൈറ്റ് ഉണ്ട്. അതേപോലെ ഇപ്പം രംഗയുടെ ക്യാരക്ടർ ഫൈറ്റ് ചെയ്യുന്നത് വേറൊരു മോഡിലാണ്. അപ്പം അതിനകത്ത് ഹിന്ദിക്കാർ ഫൈറ്റ് ചെയ്യുന്നത് വേറൊരു സ്റ്റൈലാണ്, നഞ്ചപ്പൻ ഫൈറ്റ് ചെയ്യുന്നത് വേറൊരു സ്റ്റൈലാണ്. അപ്പം അതേപോലെ അമ്പാൻ്റെ സ്റ്റൈൽ ഇടിയായിരിക്കണം എന്നുള്ളത് ആദ്യം ഉണ്ടായിരുന്നോ? പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് അത് ഫൈറ്റ് പോലും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ ക്യാരക്ടർ അനുസരിച്ചാണ് നമ്മൾ ഫൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അമ്പാൻ ഇടിയെടുത്ത് റിയൽ ബലം, ശക്തി ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളാണ്. ബാക്കി പിന്നെ മറ്റൊരു സ്കിൽസ് അല്ലേ, ഓരോരുത്തർക്കും ഓരോ സ്കിൽസ്. പിന്നെ ഇപ്പം അൻവർ റഷീദ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു വർഷത്തെ ഒരു, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സംവിധായകനും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം ജിത്തു മാധവൻ എങ്ങനെയാണ് അൻവർ റഷീദിനെ ഈ ഫീൽഡിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? ഞാൻ കൊണ്ടുവന്നതൊന്നുമല്ല. ഞാൻ അൻവർ റഷീദിൻ്റെ അടുത്ത് പോയിട്ടൊരു കഥ പറഞ്ഞ് ആ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് സമ്മതിച്ച് എന്നെ പുള്ളി ആവേശത്തിനകത്തേക്ക് കൊണ്ടുവരുമായിരുന്നു. ഇപ്പം നമ്മൾ അൻവർ റഷീദിൻ്റെ 2 പടങ്ങൾ, ഇപ്പോൾ രാജമാണിക്യത്തിൽ മമ്മൂട്ടീനെ ഭയങ്കര രസമായിട്ട് പ്രസൻറ്റ് ചെയ്തൊരു സിനിമയാണ്. ചോട്ടാ മുംബൈയിൽ മോഹൻലാലിനെ അങ്ങനെ രസമായിട്ട് പ്രസൻറ്റ് ചെയ്ത സിനിമയാണ്. അപ്പം ഇത് ചെയ്തൊരു മനുഷ്യന് ഫഹദ് ഫാസിലിനെ രംഗനായിട്ട് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരിക്കും, ഓക്കെ പറയും. അതായിരുന്നോ അദ്ദേഹത്തിലേക്ക് അങ്ങോട്ട് പോയി കഥ പറയാനുള്ള കാരണം? അങ്ങനെയല്ല, ഞാൻ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസറാണ് അൻവർ റഷീദ് എപ്പോഴും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പടം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം സജിനാണ് എന്നെ കണക്ട് ചെയ്തത് അൻവർ റഷീദുമായിട്ട്. ഞാൻ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവിടെ പോകുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ ഒരു കഥയല്ല പറഞ്ഞത്. ആക്ച്വലി ഞങ്ങൾ ഒരുപാട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നൊരു 3-4 കഥ ഡിസ്കസ് ചെയ്തു. അപ്പം അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഇതാണ് എൻ്റെ അടുത്ത സിനിമ എന്നുള്ള, അല്ലെങ്കിൽ എൻ്റെ സിനിമ എന്നുള്ള ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞത് അമ്പുക്കയാണ് ഉറപ്പായിട്ടും. അതായത് വേറൊരു കഥ ആയിരുന്നു ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്തത്, അടുത്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടിരുന്നത്. അപ്പം എന്നോട് പറഞ്ഞ കാര്യം, നിൻ്റെ ഈ എനർജി, ഇപ്പോൾ ഈ ടൈമിലുള്ള എനർജി നീ ഇപ്പം യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് നീ അടുത്ത് ചെയ്യേണ്ടത്. മറ്റേ കഥ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നീ എപ്പോൾ ചെയ്താലും അത് ഒരിക്കലും ഒരു ടൈമിൻ്റെ കഥയല്ല. അപ്പോൾ അത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ നിൻ്റെ ഈ ഒരു ടൈമിൽ ഈ ഒരു എനർജി വെച്ചിട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഇതാണ് നീ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളൊരു ഗൈഡൻസ് തന്നത്. അപ്പോൾ അത് ചെയ്യാൻ തീരുമാനിക്കാനുള്ള കാരണവും അൻവർ റഷീദാണ്. ഇപ്പം ഈ സിനിമയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നുള്ളപ്പോൾ പുതിയ നവാഗതരായിട്ടുള്ള ആളുകളുണ്ട്, രോമാഞ്ചത്തിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ക്രൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിവേക് ഹർഷനാണ് ഇതിൽ, കിരൺ ദാസാണ് മറ്റോടത്ത്, സുഷിൻ ശ്യാമാണ് 2 സ്ഥലത്തും ഉള്ളത്, പിന്നെ സമീർ താഹിർ ഉണ്ട്, അപ്പുറത്ത് സനു താഹിർ ആയിരുന്നു. അപ്പോൾ നമ്മൾക്ക് പുതിയ ആൾക്കാരെ അഭിനയിപ്പിക്കുന്നു ക്യാമറയ്ക്ക് മുൻപിൽ. പക്ഷെ ജിത്തു മാധവൻ്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഒരു കോംബോ ഭയങ്കര രസമാണ് നിങ്ങൾക്ക് വയ്ക്കുക. നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം പുതിയ ആൾക്കാരോടൊപ്പം, പക്ഷെ നിങ്ങൾക്കൊരു ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. ഉറപ്പായിട്ടും എന്നത് ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഇവരൊക്കെ ഉണ്ടെന്നുള്ള ഒരു ബലം എനിക്ക് എപ്പോഴും ഉണ്ട്. എൻ്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബലം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ആരാണ് സമീർക്കാണെങ്കിലും വിവേകൃഷ്ണനാണെങ്കിലും സുഷിനാണെങ്കിലും എല്ലാവരും അങ്ങനെ എനിക്ക് ഇപ്പം ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അവരുടെ ജഡ്ജ്മെൻറ്റും കൂടെ എനിക്ക് പരിഗണിക്കാൻ പറ്റും. അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ശരിയല്ലാന്ന് തോന്നുന്ന ഒരു ഷോട്ടുകളും സിനിമയിൽ എടുത്തിട്ടില്ല. അതായത് കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും ഒരേ പേജിലേക്ക് എത്തുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നമ്മളെപ്പോഴും പിടിച്ചിട്ടുണ്ട് ത്രൂ ഔട്ട് ദ ഷൂട്ട്. അപ്പോൾ അങ്ങനെയാണ് പോയിട്ടുള്ളത്.
അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പൊ ബ്രഹ്മയുഗമൊക്കെ ഇടയ്ക്ക് മിസ്സായി പോയെങ്കിലും പക്ഷേ ഇതിലുള്ള കുറച്ച് ഇപ്പോൾ ചെയ്തിട്ടുള്ള വേഷങ്ങൾ നോക്കണം. ഇപ്പോൾ ചുരുളി തൊട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ആണെങ്കിലും ജാനമനിലെ സജിയേട്ടനാണെങ്കിലും പിന്നെ നമുക്ക് പിന്നീട് ഇപ്പോൾ രോമാഞ്ചലിലെ നിരൂപേട്ടനാണെങ്കിലും ഇപ്പോൾ ഇതിനകത്തുള്ള അമ്പാനാണെങ്കിലും മാർക്ക് ചെയ്യുന്ന വേഷങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതൊരു നടൻ എന്നുള്ള നിലയിൽ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ലേ. അപ്പം ഈ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വേഷങ്ങളിലേക്ക് ഒക്കെ എത്തിയ ഒരു ജേണിയിൽ ഏറ്റവും ഫേവറേറ്റ് എന്തായിരിക്കും? അമ്പാനായിരിക്കും ഈ ഒരു കഥാപാത്രം നമ്മുടെ അടുത്തേക്ക് വന്നതിലെല്ലാത്തിനും കാരണം ചുരുളിയായിരിക്കും. ഓക്കെ, ചുരുളി ആയതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഈ പമ്പാലൂർ എത്തിയേക്കുന്നത്. ഒരു ചുരുളി കഴിഞ്ഞ് ഓരോന്നോരോന്ന് രോമാഞ്ചമാണെങ്കിലും ജാനമനാണെങ്കിലും അതൊക്കെ തന്നെ എൻ്റെ പ്രോസസ്സ്. അതാണ് എത്തിപ്പെട്ടത്. ഈ നേരത്തെ ഒരു കാര്യത്തിൽ ചോദിക്കാം, ഇപ്പോൾ ഫഹദ് ഫാസിൽ എന്നുള്ളൊരു ആക്ടറിൻ്റെ ഒരു ആളെ നമ്മളെപ്പോഴും പ്രശംസിക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സട്ടിലായിട്ടുള്ള ആക്ടിങ് വെച്ചിട്ടാണ്. കണ്ണുകൊണ്ടുള്ള അഭിനയം, മുഖത്ത് ചെറിയ എക്സ്പ്രഷൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഇത്രയും ലൗഡായിട്ടുള്ള ഒരു കഥാപാത്രത്തേക്ക് ജിത്തു ആലോചിച്ചത്? അതായത് ഇത് വർക്കാവുന്ന ട്രാൻസ് ഒക്കെ ആണോ അതിന് കാരണം? എല്ലാം അതിന് കാരണം. അങ്ങനെ ഒരു എനർജി ഉള്ള ഒരാളാണ് പുള്ളി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ആ എനർജി യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ വേണം എനിക്കെന്നല്ല എല്ലാവർക്കും തന്നെ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അത് എന്നോട് അത് ഉറപ്പിച്ച് പറഞ്ഞത് അമ്പുക്കയാണ്, അൻവർ റഷീദാണ്. കാരണം പുള്ളിക്ക് പേഴ്സണലി അറിയാം, ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം പുള്ളി എന്താണെന്നും പുള്ളിയുടെ ലെവൽ എന്താണെന്നും അറിയാവുന്ന ആൾ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഫഹദ് ഭയങ്കര കറക്റ്റ് ആയിരിക്കും എന്നുള്ളത്. അത് ഫഹദിനോടും ആ കോൺഫിഡൻസ് കൊടുത്ത് എനിക്ക് തോന്നുന്നു അൻവർ റഷീദ് അമ്പുക്ക തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തുന്നത്. ഇപ്പോൾ അമ്പാൻ്റെ കഥാപാത്രം ഇത്രയും പവറുള്ളൊരു രംഗേനെ കയറി നിൽക്കണം പല സ്ഥലങ്ങളിലും. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു അത് വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നോ? അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് അമ്പാൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പടി രംഗയ്ക്ക് മുകളിൽ നിൽക്കണമല്ലോ, അത് എങ്ങനെയായിരുന്നു അത്? ആക്ച്വലി അത് ജിത്തു നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭയങ്കര എക്സെൻട്രിക് ക്യാരക്ടേഴ്സാണ്, ബഹളികളാണ്. അപ്പോൾ ജിത്തു എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ബഹളിയാണ്. അപ്പോൾ അമ്പാൻ വൻ ബഹളിയാകുമ്പോഴേക്കും രംഗാത്രയും ബഹളിത്തരം കാണിക്കില്ല. അപ്പം അങ്ങനെയുള്ളൊരു കയറ്റിയവർക്കാണ് ഓരോ സീനിൽ വന്നേക്കണത്. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് തോന്നുന്നത്. രണ്ടുപേരും ബഹളികളാണ്. അപ്പോൾ ഇടയ്ക്ക് രംഗ ബഹളിയാകുമ്പോൾ അമ്പാൻ കുറച്ച് ഡൗൺ ആവും അല്ലേ? അതാണ് ജിത്തു എനിക്ക് ആകുന്ന ബ്രീഫ്. അതായിരിക്കും ചിലപ്പോൾ ആ സിനിമയിൽ അങ്ങനെ വന്നേക്കുന്നത്, ഓരോ സീൻസിലും വന്നേക്കുന്നത്. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. റോഷന്റെ ഒരു കോളേജ് ഇവനോട് ഇല്ല, ഇവൻ തത്തയാണോ ചോദിക്കാൻ അങ്ങനെ പറയല്ലേ, ഞാൻ ചോദിച്ചു വരുമല്ലേ. ഇപ്പം റോഷന് ഈ കോളേജ് പരിപാടികളിലൊക്കെ സമയത്ത് ഈ മറ്റേ റാഗിങ് എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് വൻ പ്രതികാരം ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ സീനിയേഴ്സിനോട്? അത് നടത്താൻ പറ്റിയൊരു സിനിമയായിരുന്നു ഇത്. നമുക്ക് കഥാർസിസ് ഒക്കെ പറയില്ലേ, കഥാപാത്രത്തെ സിനിമയിൽ അഭിനയിപ്പിച്ച്. അല്ല, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കോളേജാണല്ലോ. അല്ല, എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള കോളേജ് കൊണ്ട് അങ്ങനെ റാഗിങ് ഒന്നും ഉണ്ടായിട്ടില്ല. നാട്ടുകാരിറങ്ങുന്നുള്ളത് കൊണ്ടാണല്ലോ. അതെ, വീടിൻ്റെ അടുത്തായതുകൊണ്ട്. ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ റാഗിയിട്ടുണ്ട്. കേരള പോലീസ് എല്ലാവരും ശ്രദ്ധിക്കൂ, റാഗൊക്കെ ചെയ്തവരാണ്. പരിപാടിയാണ് നീ ചെയ്യുന്നത് അല്ലേ സജിനെ? അതെ, എന്താടാ ഇതൊക്കെ നിയമപരമായിട്ട് തന്നെ നീങ്ങണ്ടേ ഏട്ടാ? ഞാനൊക്കെ റിപ്പോർട്ട് ചെയ്തത്. നിങ്ങളും തമാശയായിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ടുള്ളൂ. ആരെയും ഹേർട്ട് ചെയ്യുന്ന ഒന്നും ഞാൻ ചെയ്തിട്ട്. റാഗിങ് ഇതില് തമാശയോ? എന്നെയും ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ ആക്ഷൻ എടുക്കാമല്ലോ. തമാശയായിട്ടുള്ള കാര്യമല്ല, റാഗിങ് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാരും ചെയ്യരുത്, അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മളാരും. ഞാനും നീ പറഞ്ഞ വേഗം അത് ഒന്നുകൂടെ പറഞ്ഞു, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. നീയാ പറഞ്ഞത് പറ. ഇല്ല, ഞാനും വരെ റാഗ് ചെയ്തിട്ടില്ല, എന്നെയും വരെ റാഗ് ചെയ്തിട്ടില്ല. പാട്ട് പാടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് റാഗിങ് ആണ്. പാട്ട് പാടുന്നവരെ കൊണ്ടേ പാട്ട് പഠിച്ചിട്ടുള്ളൂ അല്ലേ ചേട്ടാ? അങ്ങനല്ലേ ചെയ്തിട്ടുള്ളേ? പ്ലേബാക്ക് സിംഗേഴ്സ്. ഓക്കെ, നിങ്ങൾ 3 പേർക്കും നേരത്തെ അറിയുന്നുണ്ടായിരുന്നു, നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാണല്ലോ. നിങ്ങൾ ഇപ്പം ഹിപ്സ്റ്ററും ഇതിനൊക്കെ ആയിട്ട് മുൻപ് കോണ്ടാക്ട് ഉണ്ടായിരുന്നോ? ഇതിനകത്തുള്ള ബാക്കി ആക്ടേഴ്സിനെയൊക്കെ? ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് തോന്നുന്നു ഇല്ല, ഞങ്ങൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ലായിരുന്നു. കണ്ടിട്ടുണ്ട്, ഞാൻ ഹിപ്സ്റ്ററിനെ കണ്ടിട്ടുണ്ട്, മിഥുൻ്റെയും വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ട് പരിചയപ്പെടുന്നത് നമ്മൾ സ്ക്രീൻ ടെസ്റ്റിന് വരുമ്പോഴാണ്. അവിടെ വന്നിട്ടാണ് നമ്മൾ 3 പേരുമാണ് ഇതിലുള്ളതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത്. നിങ്ങൾ നമ്മളെ റാപ്പോ പെട്ടെന്ന് സെറ്റ് ആയിരുന്നു, നിങ്ങളുടെ വൈബൊക്കെ? ഞാനും ഹിപ്സ്റ്ററും ഫസ്റ്റ് ഓഡിഷൻ തന്നെ
ഞാൻ കഴിഞ്ഞിട്ട് അടുത്തത് ഹിപ്സ്റ്ററായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മൾ കണ്ടിട്ട് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇതിനുമായിട്ട് സ്ക്രീൻ ടെസ്റ്റിന് വന്നപ്പോഴാണെന്ന് ഓക്കെ ആയത്. പക്ഷേ സ്ക്രീൻ ടെസ്റ്റിന് വന്നപ്പോൾ ഇത് ഭയങ്കര ജാടയായിരുന്നു. എന്താ ഇതിനല്ലെങ്കിലും പടത്തിലൊരു ജാടയുണ്ട്. പെട്ടെന്ന് അവൻ കയറിയൊന്നുമില്ല, നടന്നു പോയി ജങ്കാറിലോട്ട്. അങ്ങനെ കുറെ ജാട പരിപാടിയൊക്കെ ഇതിന്റെ അവനാണ് ആ പാട്ട് ഭയങ്കര മാച്ച്. അതെ അതെ ജാട. പിന്നെ ക്യാരക്ടർ ആർക്ക് ചെറുതായിട്ട് ആ ഒരു ലെവലിലൊക്കെ ജാട ശ്രദ്ധിച്ചിരുന്നോ മിഥുന്റെ? അതിവിനെയും അതിജാടയുമാണ് അവൻ. ഞാൻ ഹിപ്സ്റ്ററാണ് ആദ്യം ഇതിന്റെ ജാട ശ്രദ്ധിക്കുന്നത്, കാണുന്നതും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ സെറ്റ് ആയി? ഇല്ല, നമ്മൾ പിന്നെ ഫെബ്രുവരിയിൽ ഷൂട്ട് തുടങ്ങുന്ന 1 മാസം മുമ്പേ നമ്മൾ ബാംഗ്ലൂർ പോയി. അപ്പോൾ അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ തന്നെ നമ്മളെല്ലാവരും ഓക്കെ ആയി. ഇപ്പോൾ സജിൻ ചേട്ടനെ മീറ്റ് ചെയ്തപ്പോഴാണെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ സെറ്റായി. ഇനിയിപ്പോ ആ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സജിൻ ചേട്ടന് ജാട ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണോ? പകുതിയായിട്ടും പെട്ടെന്ന് മിഥുനായിട്ടാണ് സെറ്റ് ആവണ്ടായി. അതെ, മിഥുനാണ് ആദ്യത്തെ ജാടാണ്. സജിൻ ചേട്ടനൊക്കെ സിമ്പിൾ ജാട. പിന്നെ പുച്ഛം പോയി. പിന്നെ പുച്ഛം. ഇവനൊന്ന് സീൻ കാണുന്ന കണ്ടാൽ നമ്മൾ വിചാരിക്കും കൊള്ളത്തില്ലേ സീൻ, ഇഷ്ടപ്പെട്ടില്ലേ? കൊള്ളാം. ഇതൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, സീൻ പറഞ്ഞപ്പോഴാണ് ഒരു സീനിനെ പറ്റിയിട്ട് അധികം സ്പോയിലർ ഇല്ലാതെ ചെറുതായി പറയാൻ പറ്റുകയാണെങ്കിൽ ഇതിനകത്തൊരു എനിക്ക് ഭയങ്കര കോർ സീനായിട്ട് ഫീൽ ചെയ്തത് ദംഷറാട്ട് സീനായിരുന്നു. ആ പടത്തിന്റെ മൊത്തം ഒരു എനർജി ഉണ്ടല്ലോ, ഒരു തമാശ, ടെൻഷൻ, അവസാനം ഒരു റിലാക്സ്, അങ്ങനെ ലൈക്ക് പടം എന്താണോ പടം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ കറക്റ്റ് പോയിന്റിൽ കൊണ്ടുവന്നു തോന്നിയതായിരുന്നു. അപ്പം ആ സീനിന്റെ ചേട്ടാ എന്റെ ചോദ്യം പോയി. എനിക്ക് സീനിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാനുള്ളത് ദംഷറാട്സ് സീനിനെ പറ്റിയിട്ടാണ്. സ്പോയിലർ ഒന്നും ഇല്ലാതെ കുറച്ച് അതിന്റെ മേക്കിങ്ങിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ആ സീനാണ്, ആ സിനിമ എന്താണോ ആവേശത്തിന്റെ കറക്റ്റ് ട്രാക്ക്, തമാശ, കുറച്ച് ഇമോഷൻ, കുറച്ച് പേടി, കുറച്ച് എല്ലാം കൂടെ വരുന്നത് ഒരു സീനായിട്ട് തോന്നി. അപ്പോൾ ആ സീനിന്റെ മേക്കിംഗ്, അതിനകത്ത് തിരഞ്ഞെടുത്തിട്ടുള്ള പടത്തിന്റെ പേരാണെങ്കിലും പിന്നെ അതിന് കാണിക്കുന്ന ആ പടം കൺവേ ചെയ്യാൻ കാണിക്കുന്ന ആക്ഷൻസ് ആണെങ്കിലും അത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ട് ഇമോഷൻസ് വാരി ചെയ്യിപ്പിക്കാം എന്നുള്ളത്, അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായി വന്നത്? ദംഷറാട്ട് സീൻ എഴുതുമ്പോൾ മുതൽ നമുക്കത് പ്രധാനപ്പെട്ട ഒരു സീനായിരുന്നു. അതായത് ടോട്ടലി ഇവര് ഇപ്പൊ രംഗയെന്ന് അകലുന്നത് ആ സീൻ മുതലാണ്. അതായത് രംഗയെ മനസ്സിലാവാതിരിക്കുന്നു, അല്ലെങ്കിൽ രംഗ കണ്ടുകൊണ്ടിരുന്ന ആളല്ല എന്നൊരു റിയലൈസേഷൻ വരുന്ന ഒരു സീനാണ്. അപ്പോൾ ആ സീനിനെ നമ്മൾ അത്രയും ലെങ്തായിട്ട് അത്രയും കാണിച്ചാലേ ഉള്ളൂ ഈ പറഞ്ഞ ഇമോഷൻസിൽ എല്ലാം കടന്നുപോയി അവസാനം രംഗ എന്തായിരുന്നു ഇതുവരെ കണ്ടത്, അതാണോ രംഗ, ആ ഡൗട്ട് വരികയും പുതിയൊരാളായിട്ട് നമ്മൾ രംഗയെ കാണാൻ തുടങ്ങുന്നതുമായിട്ടുള്ളൊരു സീനാണത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിപാടി വെച്ചത്. അപ്പോൾ അത് തുടക്കം മുതൽ എഴുതുമ്പോൾ മുതലേ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീനായിരുന്നു അത്. അത് എനിക്ക് മാത്രമല്ല നമ്മളെല്ലാവർക്കും ആ സീനിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ലൈക്ക് ഓൺ ദ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? ടോട്ടൽ സിനിമയിൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇയാള് അവിടെ അയാള് എന്ന് പറഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിനുള്ള എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ ടോട്ടൽ പടത്തിൽ ഇവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആ ആക്ഷൻ ഉണ്ടല്ലോ, ആ പടത്തിന് കൊടുക്കുന്ന ആക്ഷൻ, അത് ജിത്തുവിന്റെ ആണോ കംപ്ലീറ്റ് ആക്ഷൻ? ഓക്കെ, അൻവർ റഷീദിന്റെ എന്തെങ്കിലും? ഞാനിത് അമ്പുക്കയുടെ അടുത്ത് ഈ സീൻ പറഞ്ഞപ്പോൾ അമ്പുക്ക് പറഞ്ഞത് വേണ്ടെന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ വേറെ പടം പറയാൻ പറഞ്ഞു. അപ്പം അതായത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇതിനകത്ത്, ഇതാണ് പടം വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് വേണ്ടടാ, വേറെ പിടിക്കാം, വേറെ പടം പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഇത് ടോട്ടൽ സീൻ പറഞ്ഞു. അതായത് നമ്മൾ ഈ ടോട്ടൽ സീൻ പറഞ്ഞത് എങ്ങനെയാണ് കാണിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിലാണ് അത് കൺവിൻസ് ചെയ്തത്. കാരണം ഞാനും പറഞ്ഞു എനിക്ക് ഇതിനപ്പുറത്തേക്കൊരു ആക്ഷനും ആ ഒരു സീൻ വൈസും പെർഫെക്റ്റ് ആണ്. ആ ടൂളൊക്കെ എടുത്ത് അതിൻ്റെ ഒരു ആ പ്ലേ എല്ലാം വരണമെങ്കിൽ ഇത് വരണം, അല്ലെങ്കിൽ ഞാൻ പിന്നെ വീണ്ടും ആലോചിച്ച് ഉണ്ടാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണിത് ഓക്കെ എന്ന് പറഞ്ഞത്. സെറ്റ് സീനായിരുന്നു. റോഷൻ സിനിമ തന്നെ ആഗ്രഹിച്ചിട്ട് ഇൻസ്റ്റാ റീൽസ് തുടങ്ങിയ ആളാണോ? അതെ, തീർച്ചയായിട്ടും. സിനിമ ആഗ്രഹിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അവസാനം സിനിമ കിട്ടി. കുറച്ച് നാളിൻ്റെ ഉള്ളിൽ തന്നെ സിനിമ കിട്ടി. ഇനി കുറച്ച് നാളല്ല, കുറെ നാളായി. അപ്പോൾ അതിന്റെ സമയപ്പോൾ ജിത്തുചേട്ടൻ വിളിച്ചു. കുറെ പ്രായമുണ്ട് പിന്നെ, ഒരുപാട് വയസ്സായതാണോ? പറഞ്ഞില്ല കുറെ നാളായി 6-7 വർഷമായി കോളേജ് കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാനായിട്ട് നടന്ന് കോടമ്പാക്കത്തൊക്കെ. നമ്മൾ ആക്ച്വലി ഒരുമിച്ച് പഠിച്ചാണല്ലേ? അയ്യോ, അത് അവിടെ നിന്നും പോയി. അത് ഞാനല്ല, അത് കുട്ടിയാ.
ഓക്കെ, സുഷിൻ ശ്യാമ തന്നെ ഫസ്റ്റ് മ്യൂസിക്കിന്റെ ഓപ്ഷൻ ആയിരുന്നോ ആവേശത്തിലും? ഫസ്റ്റ് ഓപ്ഷൻ. സുഷിൻ ശ്യാം തന്നെ. വളരെ തിരക്കിട്ട് ഇപ്പം ജിത്തുവിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് പടം മുഴുവൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് 1 മാസം കൊണ്ട് 8 പാട്ടെന്നൊക്കെയാണെന്നാണ് പറഞ്ഞത്. എന്താ അങ്ങനെ ചെയ്യുന്നത് സംഗീത സംവിധായകരോട്? അല്ലല്ല, ആക്ച്വലി അത് 1 മാസം കൊണ്ട് എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് വന്നൊരു സാഹചര്യമാണ്. പടം ഷൂട്ടിന് ശേഷമാണ് മ്യൂസിക് എന്നുള്ളത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചത്. അപ്പം മഞ്ഞുമലും സുഷിൻ തന്നെയാണ് ചെയ്തത്. അപ്പം ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരുമിച്ചാണ് നടന്നത്. നമ്മുടെ എഡിറ്ററും സെയിം ആണ്, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സെയിം ആണ്, നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ സെയിം ആണ്. അപ്പം മഞ്ഞുമലും ഏകദേശം ഒരേ ടീമായിരുന്നു രണ്ടും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ രണ്ടും കൂടെ മാനേജ് ചെയ്യണമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞുമലിന് ശേഷമാണ് പൂർണ്ണമായിട്ടും മഞ്ഞുമൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ടൈമും നമ്മുടെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തു. ഇനി എനിക്കൊരു റിലീസും കൂടെ മാറ്റാൻ വേണ്ടി പറ്റത്തില്ല, അതുകൊണ്ട് ആ റിലീസ് ഡേറ്റിൽ തന്നെ റിലീസ് ചെയ്യണം അപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ വന്നു പോയതാണ്. 1 മാസം കൊണ്ട് 8 പാട്ട് ചെയ്യേണ്ടി വന്നു സുഷ്ണു. ഈ ആദ്യത്തെ 2 പടങ്ങളും ഹിറ്റാക്കിയ സംവിധായകൻ എന്നുള്ളൊരു ടാഗ് ഇപ്പം ജിത്തുവിന് ഉണ്ടായിരിക്കും. ഇപ്പം ആളുകളൊക്കെ അടുത്തൊരു പടം വരുന്ന സമയത്ത് ഒരു സാധനം എക്സ്പെക്ട് ചെയ്യും. അതെപ്പോഴെങ്കിലും ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരു എക്സ്പെക്ട് അതാണ് നമ്മളിപ്പോൾ ഒരു സിനിമ ഒരാൾ കാണും. ഇപ്പം ഞാനൊരു പടം കാണാൻ പോകണമെങ്കിൽ നല്ലതാണെന്നുള്ള വിശ്വാസത്തിലാണ് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് കുഴപ്പമില്ലാത്ത പടമായിരിക്കും എന്ന് കരുതി ആയിരിക്കില്ല പോകുന്നത്. അപ്പോൾ എക്സ്പെക്ടേഷൻ നല്ലതാണ്, എക്സ്പെക്ട് ചെയ്യട്ടെ, നല്ലത്. അതിന് മോശമാണെങ്കിൽ അത് പരാജയപ്പെടുമല്ലോ സിനിമ, നല്ലതാണെങ്കിൽ വിജയിക്കട്ടെ. ഓക്കെ, അപ്പം ആവേശം ഇപ്പം എല്ലാവരും ഒരുപാട് ആവേശത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യം, ഇപ്പോൾ ഒരു ക്രിറ്റിസിസത്തെ പറ്റി വന്നതിനെ പറ്റിയിട്ട് ചോദിച്ചോട്ടെ. ഇപ്പം പടത്തിൽ ഇപ്പോൾ ഒരു സ്റ്റോറി ലൈനിൻ്റെ ഒരു ലാക്കായിട്ട് ചിലർ പറയുന്നുണ്ട്. പക്ഷെ അതിനെ തന്നെ അപ്പുറത്ത് പറയുന്നത് ഇതൊരു സ്റ്റോറി ലൈൻ ബേസ് ചെയ്തിട്ടല്ല ഈ സിനിമ പോകുന്നത്, ഇതൊരു തരം ഇതൊരു എക്സ്പീരിയൻസ് ആണ്, അത് മൊത്തത്തിലെ ക്യാരക്ടേഴ്സ് ഒക്കെ കൂടെ നമുക്ക് തിയേറ്ററിൽ നൽകുന്ന എക്സ്പീരിയൻസ് ആണ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു വ്യൂ പോയിന്റിനെ സംവിധായകൻ എങ്ങനെയാണ് കാണുന്നത് അത്തരം വായനകളെ? അത് ഓരോരുത്തരും ഓരോ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി പലതാണ്. അപ്പം ഇപ്പോൾ ഇതിലൊരു സ്റ്റോറി ലൈൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ ആളുകൾ സിനിമയെ കാണുന്നത് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോറി വെച്ചിട്ട് അതിന് മേളിലേക്ക് ബിൽഡ് ചെയ്തെടുക്കുന്ന സിനിമയാവാം എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഞാൻ ഈ സിനിമയെ കുറച്ചുകൂടെ ഞാനിതിനെ കണ്ട ഇത് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പടമാണ്. ഈ പറഞ്ഞ ഇമോഷൻസും വലിയ ഫൈറ്റും എല്ലാം ഉണ്ടെങ്കിലും ഭയങ്കര സില്ലിയാണ് സിനിമ. അപ്പം അങ്ങനെ സില്ലി ആയിട്ട് തന്നെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഈ കഥ മുഴുവൻ പറയുന്നത്. ഇപ്പം ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് രംഗയ്ക്ക് ഒരു ബാക്ക് സ്റ്റോറിയുടെ കാര്യം. സ്ട്രോങ് ആയിട്ടൊരു ബാക്ക് സ്റ്റോറി കൊടുക്കായിരുന്നു, അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് കുറച്ചുകൂടെ കൂടിയാണ്. ആക്ച്വലി ആ രംഗയെ അറിയാത്തതാണ് സിനിമ. ഈ രംഗയെ ആളുകൾ അറിഞ്ഞാൽ ഈ സിനിമയ്ക്ക് അത് കാര്യമില്ല, ഈ സിനിമ സെക്കൻഡ് ഹാഫ് ഇല്ല സിനിമയ്ക്ക്. അപ്പം അറിയാത്ത രംഗയാണ് ഈ സിനിമയുടെ ക്യൂരിയോസിറ്റി. സിനിമയെ മുന്നോട്ട് എന്താണ് രംഗ എന്നറിയാനുള്ള ഒരു ഡ്രൈവാണ് ഈ സിനിമ. നമ്മളിപ്പം എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാങ്സ്റ്റർ കഥയ്ക്കകത്ത് വരാൻ പറ്റുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ഗ്യാങ്സ്റ്റർ എങ്ങനെ ആവാം, അതിനൊക്കെ കുറച്ച് കാരണങ്ങളേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ നമുക്ക്. അതിനെ നമുക്ക് വലിച്ചു നീട്ടി രംഗയുടെ കഥ പറയാനുള്ള ഒരു സ്പേസ് ഒന്നും ഇല്ലായിരുന്നു സിനിമയ്ക്കകത്ത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് 3 പിള്ളേരുടെ സിനിമയാണ്. അപ്പം ആ 3 പിള്ളേരുടെ ലൈഫിലേക്ക് വരുന്ന ഒരാൾ മാത്രമാണ് രംഗ. അപ്പോൾ സിനിമയിൽ നായകൻ രംഗ ആയതുകൊണ്ടും ഫഹദ് ഫാസിൽ അഭിനയിക്കുന്നതുകൊണ്ടും നമുക്കൊരിക്കലും അയാളുടെ സിനിമയാക്കി മാത്രം മാറ്റാൻ കഴിയില്ല ഒരിക്കലും. അപ്പോൾ ഇവരുടെ പെർസ്പെക്റ്റീവിൽ ഇത്രയും കുറച്ച് പറഞ്ഞിട്ട് പോലും രംഗയുടെ സിനിമയായത്. അതിൻ്റെ കാരണം ആ ക്യാരക്ടറിൻ്റെ ഡെപ്താണ്, ആ ക്യാരക്ടറിനെ രംഗ ഫഹദ് ചെയ്തു വെച്ച രീതിയാണ്. അപ്പം നമ്മൾ അതിനകത്തൊരു ബാക്ക് സ്റ്റോറിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതൊരു എനിക്ക് അങ്ങനത്തെ പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ അതിൽ നിന്ന് മാറി സിനിമ ചെയ്യുക എന്നുള്ള രീതിയാണ്. കുറച്ച് ഫ്രഷ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഞാൻ ഓരോ സീനുകളും കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ അതുകൊണ്ടാണ് ഈ ഫ്രഷ് ആയിട്ടുള്ള ആളുകൾ വന്നത്, ഫ്രഷായിട്ട് സീനുകളെ അപ്രോച്ച് ചെയ്തത്. സമീർക്ക പോലും ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് മൈൻഡിൽ വെച്ചാണ് സമീർക്ക ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളെല്ലാത്തിനും ആ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ ശ്രമിച്ചു. കാരണം കഥയ്ക്കകത്ത് വലിയ ഫ്രഷ്നെസ് ഒന്നുമില്ല. അതുകൊണ്ട് അതൊരു വിഷ്വൽ ലാംഗ്വേജാണ്. നമ്മൾ അതിനകത്ത് ഒരു ബേസ് കഥ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഓരോന്നോരോന്ന് അടുക്കി വെക്കുന്ന ഒരു പാറ്റേൺ അല്ല ഈ സിനിമയിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. ഈ സിനിമ അതിനെ നമുക്കറിയാത്ത ഭാഗങ്ങൾ എന്താണെന്ന് ഉള്ള ആലോചന നമുക്ക് ഒരുപാട് ആവശ്യമാണ്. രംഗ എന്തായിരിക്കും, രംഗ എന്താണെന്ന് അറിയാത്തതാണ് നമുക്ക് വേണ്ടത്, അറിയാതിരിക്കണം. അപ്പോൾ അതാണ് നമ്മളിതിൽ ട്രൈ ചെയ്തിട്ടുള്ളത്. നിങ്ങളോട് രണ്ടുപേരോട് ഈ പടത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീൻ കൂടെ ചോദിച്ചിട്ട് നമുക്ക് റാപ്പ് ചെയ്യാം. എന്തായിരിക്കും റോഷൻ്റെ ഏറ്റവും എടുത്തു പറഞ്ഞിട്ട്? ഇപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു സിനിമ ഷൂട്ടിംഗ് സമയത്ത് കുറച്ച് എൻജോയ് ചെയ്ത്, മീൻസ് എല്ലാം എൻജോയ് ചെയ്താണ് ചെയ്തത്, പക്ഷെ കുറച്ചും കൂടെ എൻജോയ് ചെയ്ത സീൻ നമ്മൾ 3 പേരും വീട്ടിൽ പോകാനായിട്ട് മറ്റേ വീട്ടിലേക്ക് വരുന്ന സീനാണ്. അത് ഭയങ്കര രസമായിരുന്നത്. ഭയങ്കര എന്താ പറയണ്ടേ, ഞങ്ങൾക്ക് 3 പേർക്കും അത് ഒരുപോലെ തന്നെ ഭയങ്കര എൻജോയ് ചെയ്ത സീനാണ്.
അതിലെ ലാസ്റ്റ് നാട്ടിലേക്ക് വരില്ലെന്ന് എനിക്കും ആ സീൻ ഇഷ്ടമാണ്. അതിൽ കൂടുതൽ ഞാൻ എപ്പോഴും പറയുന്നത് ചെറിയൊരു സാധനമാണ് അത്. ഇവര് സ്പോയിലർ ആയിരിക്കും, കുഴപ്പമില്ല. എന്നാലും അതായത് ഇവന്റെ അകത്തേക്ക് അടുക്കളയിലോട്ട് പോയിട്ട് വെള്ളം എടുക്കാൻ പോയിട്ട് തിരിച്ചൊരു വരവെടുത്ത് തെന്നി, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദംശനത്ത് സീൻ ഭയങ്കര വർക്കായിരുന്നു. അപ്പോൾ ആവേശം വൻ ആഘോഷത്തോടെ തന്നെ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ 3 പേരുടെ ഭാഗത്തു നിന്നും നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസും ഇനിയും കാണാൻ പറ്റട്ടെ. അപ്പോൾ ഇത്രയും സമയം മീഡിയ വണ്ണോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.